ചില ആനകൾക്ക് നല്ല സൗന്ദര്യമാണ്. എക്സാമ്പിൾ പാമ്പാട്ടരാജൻ ഭയങ്കര സൗന്ദര്യമാണ്. ചില ആനകൾക്ക് അത്ര സൗന്ദര്യം ഉണ്ടാകില്ല, പക്ഷെ നല്ല സ്വഭാവമായിരിക്കും. എന്താണ് പാമ്പാട് രാജനെ കണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട? റെസ്പെക്ട് ചെയ്യും ആനക്കാരൻ. ഇത്രയും ആനക്കാരൻ അമ്മയ്ക്ക് തുല്യം. കേരളത്തിന്റെ സച്ചിൻ ടെണ്ടുൽക്കർ എന്നാണ് പറഞ്ഞു. അതായത് സച്ചിൻ സേവാഗ് കൂട്ടുകെട്ട്. കേരളത്തിന്റെ സച്ചിൻ ടെണ്ടുൽക്കറും സേവാഗും. മൂകാംബിക നിങ്ങൾ ഇത്ര അട്രാക്ട്? പക്ഷെ ആടി തൂങ്ങി അകത്ത് കയറി വന്നപ്പോഴല്ലേ ദേവി പ്രദക്ഷിണം നേരെ പ്രദക്ഷിണം തലേ വെച്ചല്ലേ വരുന്നേ. നേരെ വന്ന ഞങ്ങളുടെ മുന്നിലേക്ക് ആ കൊടിവരച്ചോട്ട് നിൽക്കുക. എന്നിട്ട് പോവല്ലേന്ന് പറഞ്ഞു തിരുമേനി കാത്തുനിന്ന് വരുന്നു. അപ്പൊ ഒരു കൊട്ടയില് ദേവിയുടെ വള, മുല്ലമാല, ഉടയാട. ഇതിപ്പോ ഒരു ആനന്ദം കിട്ടാനില്ല. അല്ല, അവിടെ എത്തുമ്പോ ആരാ അറിയാതെ തൊഴുതോ തളിയിലമ്പലത്തില് വൈക്കത്തപ്പന്റെ ഏറ്റുവാൻ്റപ്പന്റെയും കോവിലുകൾ സെപ്പറേറ്റ് ഉണ്ട്. ഇപ്പോഴും അറിയാത്ത കഥയാണ്. എല്ലാവരും വന്ന് കൊട്ടാരക്കരയിൽ മാത്രം തൊഴുത് ഗണപതി പടിഞ്ഞാറ്റക്കരയിലേക്ക് അച്ഛനവിടെ ഉണ്ട്, അവിടെ തൊഴുന്നില്ല. PSC ചോദിച്ചിട്ടുണ്ട് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ പ്രധാന എല്ലാവരും ഗണപതി എന്ന് എഴുതും, പരമശിവനാണെന്ന് ആർക്കും അറിയാം. കൊടുങ്ങല്ലൂർ ഭജൻസ് നല്ലൊരു പുതുതായിട്ട് വരുന്ന നല്ലൊരു ഇനിഷ്യേറ്റീവ് അല്ലേ. ഇത് നിലനിൽക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തലമുറ വ്യത്യാസം ഇതിനകത്തില്ല. ഇല്ല, നിങ്ങൾ കണക്ട് ചെയ്യുന്ന എവിടെയാണെന്നറിയോ? ഇപ്പൊ കർണൻ, ചുള്ളിപ്പറമ്പിൽ, ഈ പറയുന്ന അയ്യപ്പൻ, ഇതിനെയൊക്കെ നാളത്തെ തലമുറയിലെ കുട്ടികൾക്ക് ഡോക്യുമെന്റ് ആക്കി വെച്ചിരിക്കുകയാണെങ്കിൽ, പണ്ട് ഈ പൂരപ്പറമ്പുകളിൽ ആന വരുമ്പോ മേളക്കാർക്കായിരുന്നു അതിന്റെ ഏറ്റവും വലിയ കാര്യമെങ്കിൽ ഇന്നത് ശൈലേഷ് വൈക്കത്തിനും ഒരിക്കലും അങ്ങനെ പറയാം അഖിൽ ഷാജിക്കുമാണ് ഒരു പരിധി വരെ മേളക്കാർക്കൊപ്പം തന്നെ അതിനെ കൊഴിപ്പിക്കാനുള്ള സന്തോഷം. നമ്മുടെ പരിപാടി ഒരു ഭാഗമായി മാറിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ അതിനെക്കാട്ടി ഏറ്റവും വലിയൊരു സന്തോഷമുണ്ട് കേട്ടോ. ഇപ്പോൾ കാര്യം ഇപ്പോൾ ആന, നിങ്ങളുടെ അനൗൺസ്മെന്റ്, മേളം, ഇതിന്റെയൊക്കെ കൂട്ടത്തില് ഭജൻസ്, പ്രഭാഷണം, കണക്ട്, ഇതിനൊക്കെ വലിയ നമ്മളെല്ലാ പരിപാടിക്കും കൂടും അല്ലേ. ഭജൻസ് ഇപ്പം ട്രെൻഡായി. ഭജൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നന്ദഗോവിന്ദം ഭജൻസിന്റെ കൊണ്ടുനടപ്പുകാരാണ് ഇവര്. ആ ഒരു കാലത്ത് തുടങ്ങ വീണ്ടും നമ്മൾ തുടങ്ങിയ ഇതെല്ലാം കൂടെ അതല്ല അവര് തുടങ്ങുന്നുണ്ട്, നമ്മളതില് അല്ല. അത് ഇപ്പം നന്ദഗോവിന്ദത്തിൽ തന്നെ ആണെങ്കിൽ അത് വലിയൊരു മാറ്റല്ലേ. അവര് പുറത്തുനിന്നൊക്കെ വരണമെങ്കിൽ വേറെ ജെൻസി പിള്ളേരെ ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ മാറ്റമല്ല, വലിയ മാറ്റം. ഭജൻസ് മാത്രമല്ല, ഞാനിപ്പോ പറഞ്ഞ കഴിഞ്ഞ ദിവസം വ്യാസനോട് വ്യാസൻ പ്രഭാഷണം കണക്ട്, അതായത് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ചിട്ട് ഇപ്പൊ ഞാൻ വ്യാസൻ ഇതുപോലെ പണ്ട് കഥാപ്രസംഗത്തിന്റെ ഞാൻ പറഞ്ഞ വ്യാസൻ ഗുരുവായൂർ ചെയ്തു, പ്രോഗ്രാമായിട്ട് ചെയ്തു. വ്യാസം വിളിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ വ്യാസം അത് ഉത്സവപ്പറമ്പുകളിലൂടെ അങ്ങനെ ആക്ക്, ഒരു പാക്കേജ് പറഞ്ഞിട്ട് LED വളർത്തും പറഞ്ഞ പ്ലാനിങ്ങിലാണ് 1-2 കഴിഞ്ഞു. അപ്പൊ അതും അപ്ഡേറ്റഡ് ആവുകയാണ് എല്ലാ കാര്യങ്ങളും. ഏലൂർ ബീച്ചറിന്റെ പുതിയ പ്രോഗ്രാം കണ്ടില്ലേ? ഇല്ല, കണ്ടില്ല. അതും എല്ലാ സോപാനമൊക്കെ കുടിച്ചത് ചെയറിലൊക്കെ ഇരുന്നത് നല്ല രസമാണ്. അവരെ ഫീലാ. എത്രയോ കുട്ടികള് സ്വന്തമായി ഇപ്പൊ ഞങ്ങളുടെ പ്രോഗ്രാമിന് ഞങ്ങൾ അന്തഗോവിന്ദത്തെ വിളിച്ചപ്പോൾ ഡേറ്റ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അങ്ങനെ സിത്താനി ഭജൻസ് എന്ന് പറഞ്ഞ കണ്ണൂരുള്ള പെൺകുട്ടികൾ മനോഹരമായിട്ട് ഓഡിയൻസിനെ കയ്യിലെടുത്തിട്ട് പോയി എന്നുള്ളതാണ്. ഒരുപാട് പെൺകുട്ടികളുണ്ട് ഈ മേഖലയിൽ. ഭജൻസ് നല്ലൊരു പുതുതായിട്ട് വരുന്ന നല്ലൊരു ഇനിഷ്യേറ്റീവ് അല്ലേ. ഞാൻ നോക്കട്ടെ, ഈ അടുത്ത സീസണിൽ ട്രെൻഡ് ഉണ്ടെങ്കിൽ ഞാൻ തുടങ്ങും ബാക്ക് ഭജൻസ്. ഞാൻ പാടില്ല, പാടുന്നവരെ വെച്ച് കോർഡിനേറ്റ് ചെയ്താൽ മതിയല്ലോ അല്ലേ. നിങ്ങളൊക്കെ എപ്പിസോഡ് ഇപ്പോഴും ജനം TV നല്ല റീച്ച് അല്ലേ. ജനം TV ദേവസേനാപതി ഭജൻസ് എന്ന് പറഞ്ഞ് ജനം TVയിൽ അന്ന് നല്ല പാട്ട് ഭജൻസിന് രാവിലെ ഒരു എപ്പിസോഡുണ്ട്. പേര് എപ്പിസോഡ് അതുണ്ടോ, ദേവസേനാപതി ഭജൻസ് എന്ന് അടിച്ചാൽ കിട്ടും. അതിൽ നമ്മുടെ ഗണഗീത. അതേട്ടാ, ഇതിനകത്ത് ഈ നല്ലത് മോശമായി ഉള്ളതിനെ ഒരു ട്രെൻഡ് ആക്കാനേ പറ്റും. ട്രെൻഡ് എത്ര കാലം നിൽക്കും എന്നുള്ളത് നമുക്കറിയാം. ഇതൊക്കെ എന്ന് നിലനിൽക്കും. കാര്യം ഇത് നിലനിൽക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തലമുറ വ്യത്യാസം ഇതിനകത്തില്ല. ഇല്ല, ഏത് തലമുറയുള്ളവരും പ്രായമായിട്ടുള്ള അമ്മമാർ കേൾക്കുന്ന അതേ ഫീൽഡിൽ ന്യൂജനായിട്ടുള്ള ആൾക്കാരെ കേൾക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ എക്സിസ്റ്റിംഗ് ഓൾറെഡി ഡിസൈഡ്. അത് നല്ലൊരു ആൾക്കാരെ അവരെ വേറെ രണ്ടായിട്ടല്ലല്ലോ ഇരിക്കുന്നത്, കൂടി ചേരുവാണ്, കണക്ട് ആവുകയാണ്. അതാണ് കണക്ട്. ഭജൻ കണക്ട് അതാണ്. പക്ഷെ നിങ്ങൾ കണക്ട് ചെയ്യുന്ന എവിടെയാണെന്നറിയോ? ഇപ്പം കർണൻ, ചുള്ളിപ്പറമ്പിൽ, ഈ പറയുന്ന അയ്യപ്പൻ, ഇതിനെയൊക്കെ നാളത്തെ തലമുറയിലെ കുട്ടികൾക്ക് ഡോക്യുമെന്റ് ആക്കി വെച്ചിരിക്കുക. നിങ്ങൾ എപ്പിസോഡുകളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അതൊക്കെ എത്ര പേര് ഇപ്പൊ E4 എലിഫന്റ് കൈരളിയിലുണ്ട്. അത് നമ്മുടെ ഇപ്പൊ രാജമാണിക്യം സാറ് തൃപ്പൂണിത്തുറയില് സാറൊരു വലിയ കാര്യം പറഞ്ഞു. അത് തൃപ്പൂണിത്തുറ കേട്ടോത്സവത്തിന് വൃശ്ചികോത്സവത്തിന് നമ്മൾ അതിന്റെ ആങ്കർ ചെയ്യാൻ പോയി. രാജമാണിക്യ സാറാണ് ഉദ്ഘാടനം ചെയ്യാൻ. സുവനീറിൽ നമ്മുടെ കഥയുണ്ട് ഈ വർഷത്തെ. 7-8 പേജുണ്ട് ആനക്കഥ. നമുക്ക് തന്ന ആനയുടെ സൗന്ദര്യം എന്നുള്ള ഒരു വിഷയമാണ്. അപ്പം ഞാൻ അഖിലോട് പറഞ്ഞു, അഖില ആനയുടെ സൗന്ദര്യം. അപ്പൊ അഖിൽ ആദ്യം പറഞ്ഞ സൗന്ദര്യമുള്ള ആനകളുടെ കുറച്ച് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ലിമിറ്റഡ് ആണ്. അങ്ങനെയല്ല, ഓരോരുത്തർ കാഴ്ചപ്പാടല്ലേ. ഇപ്പം
എനിക്ക് ഒരാളെ കാണുന്ന ആ ഒരു സൗന്ദര്യത്തിലല്ലോ വേറൊരാളെ നോക്കുന്നത്. ചിലപ്പോൾ അയാളുടെ ആറ്റിറ്റ്യൂഡായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ ആ ഒരു ചിരിയായിരിക്കും, അല്ലെങ്കിൽ ഒരു വർത്തമാനമായിരിക്കും, അല്ലെങ്കിൽ ശരിക്കും സൗന്ദര്യമായിരിക്കും. അങ്ങനെ പലതും ആയിരിക്കും. മനുഷ്യനെ പോലെ തന്നെ ആനകൾക്ക് അഴക് പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ചില ആനകൾക്ക് നല്ല സൗന്ദര്യമായിരിക്കും. എക്സാമ്പിൾ പാമ്പാട്ട് രാജൻ, ഭയങ്കര സൗന്ദര്യമായിരിക്കും. ചില ആനകൾക്ക് അത്ര സൗന്ദര്യം ഉണ്ടാകില്ല, പക്ഷെ നല്ല സ്വഭാവമായിരിക്കും. അതൊരഴകാണ്. സെയിം ടൈം ഇപ്പം ഈ ആനകളുടെ അഴകുന്നൊരു കോൺസെപ്റ്റ് എടുക്കുമ്പോൾ ചിലരോടും കൊമ്പാണ് അഴക്, ചെവിയാണ് അഴക്, തുമ്പിക്കൈയാണ്. അങ്ങനെയല്ല. സ്വഭാവം ഒരഴക, ചിട്ട ഒരഴക, അതിൻ്റെ ചങ്കൂറ്റ ഒരഴക. അങ്ങനെ പല ക്ലാസിഫിക്കേഷൻ അത് മിക്സ് ചെയ്താൽ നമ്മൾ ചെയ്തു. അപ്പോൾ കമ്പാരിസൺ എന്ന് പറയുന്നത് അതിപ്പോൾ ഒരു രീതി ഒരാനെ കമ്പയർ ചെയ്യുമ്പോൾ സൗന്ദര്യത്തിൽ കമ്പയർ ചെയ്യുന്ന ആന മറ്റൊരാന ചിലപ്പോൾ സ്വഭാവത്തിൽ സെറ്റപ്പ് ആയിരിക്കും. നല്ല സൗന്ദര്യമുള്ള ആന ഉണ്ടാകും, പക്ഷെ പൂരപ്പുറമ്പ് ഇറക്കാൻ പറ്റില്ലെങ്കിലോ തീർന്നില്ല. ഇപ്പം പാമ്പാടി രാജൻ എന്ന് പറഞ്ഞപ്പം കൗമുദി TV-ക്ക് വേണ്ടി ഒരു ആനക്കാരി എന്ന് പറഞ്ഞ ഒരു ഇതില് പാമ്പാടി രാജന്റെ ഇന്റർവ്യൂ, പാമ്പാടി രാജന്റെ അല്ല, പാമ്പാടി രാജന്റെ സതീഷിന്റെ ഇന്റർവ്യൂ എടുത്തപ്പം എന്താണ് പാമ്പാടി രാജനെ കണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട അഴകിലെ ഏത്, ചിലർക്ക് തുമ്പിയാണോ ചില ചെവിയാണോ, എന്താണെന്ന് ചോദിച്ചു. ഞാൻ അതിലേതെങ്കിലും വരും എന്നുള്ള പ്രതീക്ഷയിൽ. അപ്പോൾ പുള്ളി പറഞ്ഞ് പാമ്പാടി രാജന്റെ സ്വഭാവമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ന് പറഞ്ഞു. റെസ്പെക്ട് ചെയ്യും ആനക്കാരനെ, അത്രയും ആനക്കാരൻ അമ്മയ്ക്ക് തുല്യം. ഇതുള്ള ഒരു ചിട്ടയും അവരുമായിട്ട് സീറ്റായി അവര് അത് തുടരട്ടെ എന്നുള്ളതാണ്. രണ്ടുപേർക്കും ഒരുപോലെ ആന അടുത്തിടപെടാൻ പറ്റും. അപ്പോൾ ഒരാൾക്കൊരു ബുദ്ധിമുട്ട്, ഇപ്പോൾ ഒരാൾക്കൊന്ന് വീട്ടിൽ പോകേണ്ട സാഹചര്യം വന്നാൽ ധൈര്യമായിട്ട് പോകാം. കേരളത്തിന്റെ സച്ചിൻ ടെണ്ടുൽക്കർ എന്നാണ് പറഞ്ഞു. അതായത് സച്ചിൻ സേവാഗ് കൂട്ടുകെട്ട്, സതീഷും മനോജും. അപ്പൊ നേരത്തെ ആന ഏതാന്ന് ചോദിച്ചപ്പം വരടിയും ജയറാം പറഞ്ഞു. അപ്പൊ വരടിയും ജയറാമിൽ കൂടെ കുട്ടംകുളങ്ങര അർജുനായിരുന്നു അവര് ലാസ്റ്റ്. വരടിയും ജയറാം തൊട്ടാണ് എന്ന്. അപ്പം വരടിയും ജയറാമിൽ ആരാ കൂടെ മനോജാണ്, ചെറുക്കൽ മഹാദേവൻ മനോജ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത് നിങ്ങളപ്പം ഒരു പാർട്ട്ണർഷിപ്പാണ്, ഒരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പാണ്. തുടങ്ങിയ കാലം തൊട്ടേ തുടരുകയാണ്, സെഞ്ചുറി അടിച്ച് നീണ്ടുപോവാണ്. അതായത് ആനക്കേരളത്തിന്റെ സച്ചിൻ ടെണ്ടുൽക്കറും സേവാഗും. അത് റീൽസിലൊക്കെ സേവാഗ് എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിക്കുള്ളൂ. എവിടെ ചെന്നാലും ഇപ്പൊ ഇതേ വിളിക്കുന്നു ആൾക്കാര്, അങ്ങനെ വിളിക്കുന്നതെന്ന് അവര് പറയും. നിങ്ങൾക്ക് രണ്ടുപേർക്കും കാണാൻ ആഗ്രഹമുള്ള ഏതെങ്കിലും ആനയുണ്ടോ? ഇനി കാണാൻ ആഗ്രഹമുള്ള എല്ലാത്തിനും കണ്ടു കാണുമല്ലോ കേരളത്തിലെ ഓൾമോസ്റ്റ്. എനിക്ക് മുതുമല ആന ക്യാമ്പിൽ നിന്ന് പോയാൽ കൊള്ളാമുണ്ട്. അവിടെ കുറെ ആനകളുണ്ട്, സൂപ്പർ ആന. മുതുമല പോണത് തിരക്ക് മുതുമല ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ബോബ് കട്ട് സിംഗമല അത് ക്യൂട്ട്. അതിനെ കാണാൻ ശരിയാ, നമുക്ക് ഒരുമിച്ച് പോകാം, അടിപൊളിയാണ്. ഞാൻ കണ്ടിട്ടില്ല. അവൻ നിങ്ങള് യാത്രകളൊന്നും ഒരുമിച്ചല്ലേ? അല്ല, ഞങ്ങള് അല്ല ഇങ്ങനെ ഞങ്ങള് സെപ്പറേറ്റ് ട്രിപ്പ് ഒന്നും ആയിട്ട് ഞങ്ങൾ അതിനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല. പിന്നെ പോണതൊക്കെ ഞങ്ങൾ ട്രിപ്പ് ആക്കുക. എപ്പോഴും എല്ലാ കൊല്ലവും ദേവി സഹായം മൂകാംബികയില് എല്ലാ കൊല്ലം പോകും. കാര്യം അത് നമ്മുടെ ആഗ്രഹം, ഇനിയും പോകണം എന്നുള്ള ആഗ്രഹമാണ്. നമ്മള് പരിപാടി സമർപ്പിക്കുന്നതും തുടങ്ങുന്നത് അവിടെ. ഒരു സീസൺ കഴിയുമ്പോഴും, ഒരു സീസൺ കഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കുംഭമാസം മീനമാസം നല്ല തിരക്കായിരിക്കും. മൂകാംബിക എന്താ പറയാ, എല്ലാ ഭാവങ്ങളും ചേർന്നൊരു മൂകാംബിക ദേവിക്ക് എല്ലാം ഉണ്ടല്ലോ അവിടെ. ഞങ്ങൾ പലപ്പോഴും പോയി, ഞങ്ങൾ അവിടെ നിന്ന് ലളിത സഹസ്രനാമം ജപിക്കും. അവിടെ എല്ലാ കാര്യങ്ങളെല്ലാം ഞങ്ങൾ സമർപ്പിക്കും. റീൽസ് എടുത്ത് കളിക്കാൻ പറ്റിയ സ്ഥലമല്ല. സമർപ്പിച്ചിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ ഒരു ഫ്രഷ് ഓപ്പണിംഗ് കൂടെ ചോദിക്കും. എല്ലാം സമർപ്പിക്കും. ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഇക്കൊല്ലം ചെയ്ത എല്ലാം ഓരോ അക്ഷരവും അമ്മയ്ക്ക് അർച്ചനയാണ്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ചോദിക്കും അടുത്ത വർഷത്തേക്കുള്ള പുതിയ ഐഡിയ. ഞാൻ 2008 മുതൽ മൂകാംബികപ്പാൻ ഒരു 4 തവണ പ്ലാൻ ചെയ്തു, പോകാൻ പറ്റിയില്ല. വിചാരിച്ചാൽ മാത്രമേ പറ്റൂ. ഞാൻ വിവാഹം കഴിഞ്ഞപ്പോൾ വിവാഹം കഴിച്ച് വീട്ടിൽ നിന്ന് എല്ലാവരും എല്ലാ വർഷവും മൂകാംബിക പോവുകയും അവിടെ ഡാൻസ് ചെയ്യുകയും ചെയ്യുന്നവരാ. 8 വർഷമായിട്ട് അവർക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ ചെന്നു പോകാൻ പറ്റിയില്ല. ഇപ്പൊ കഴിഞ്ഞ വർഷമാണ്, കഴിഞ്ഞ മാസങ്ങളിലാണ് പോയത്. നമുക്കൊരു സമയം അവിടെ നീക്കി വെച്ചിട്ടുണ്ട്. അതായത് അത് നല്ലതിനായിരിക്കും. എന്റെ പുസ്തകം ചിലപ്പോൾ ആ യാത്രയിൽ മറ്റെന്തെങ്കിലും നീക്കി കിട്ടാനായിരിക്കും. എന്റെ പുസ്തകം ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് അടുത്ത മാസമാണ് മൂകാംബിക. അവിചാരിതമായ യാത്ര. അവിടെ പോയി ഞാൻ പുസ്തകം സമർപ്പിച്ചു. അടുത്ത പുസ്തകത്തിന്റെ പേര് അരിയിൽ എഴുതി. അവിടെ ഇരുന്നപ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സിനിമയെ ബന്ധപ്പെട്ട് ഞാൻ കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരാൾ എന്റെ മുന്നിൽ അവിടെ വന്ന് നിന്നു. പുള്ളി എന്നെ റൂമിലേക്ക് വിളിച്ചു. ഒരുപാട് ഞങ്ങൾ ആദ്യം പോയപ്പോ സൗവർണികയെ പോയി കുളിയെ കഴിഞ്ഞപ്പോ അതൊക്കെ നടന്നു വരിക. ചെറിയ ചാറ്റം വഴിയുണ്ട്.
ചാറ്റമഴ അകത്ത് കയറിയിട്ടില്ല. ആ. ഇവരിങ്ങനെ കടയൊക്കെ കണ്ടിങ്ങനെ ലാലാല വെച്ച് വരിക. ആദ്യമായിട്ട് പോകുമ്പോട്ടോ ആദ്യത്തെ വർഷം അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് വേഗം വാ, നമുക്ക് അങ്ങോട്ട് എന്നാ കറങ്ങാൻ വന്നതല്ല, നമ്മൾ അകത്ത് കയറാൻ വന്ന. ആദ്യമായിട്ട് വരുമ്പോ നമുക്ക് ആ ഒരു അയ്യോ, അത് അകത്ത് കയറണമല്ലോ. അപ്പൊ ഞങ്ങൾ ആടിത്തൂങ്ങി വന്നപ്പോഴത്തെ കണ്ടില്ല. വീണ്ടും നമ്മൾ ആടിത്തൂങ്ങി എങ്ങനെയാണോ വന്നത് അതേപോലെ തന്നെ വന്നത്. പക്ഷെ ആടിത്തൂങ്ങി അകത്ത് കയറി വന്നപ്പോഴേ ദേവി പ്രദക്ഷിണം നേരെ പ്രദക്ഷിണം തലേ വെച്ചല്ലേ വരുന്നേ. നേരെ വന്ന ഞങ്ങളുടെ മുന്നിലേക്ക് ആ കൊടിമരച്ചോട്ട് നിൽക്കുക, അവിടെ നിന്ന് പോകുന്നില്ല. പോകാത്തതിന്റെ കാരണം അകത്തുനിന്ന് എന്തോ എടുക്കാനുണ്ട്. ആളകത്തേക്ക് പോയേക്കുക എടുക്കാനുള്ള ഒരാള്. അത്ര ഒരു 5-10 മിനിറ്റ് അവിടെ നിന്ന് ഞങ്ങൾ മാത്രം അവിടെ ഞങ്ങൾ ചെന്ന സമയത്ത് ദേവി അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുന്നള്ളി. അത് ഭയങ്കര അനുഭവം, ഭയങ്കര ഫീൽ. ഞങ്ങൾ മൂകാംബിക ദേവിയുടെ ആദ്യ ദർശനം. അത് കഴിഞ്ഞ് വേറെ ഒരു സമയത്ത് ഒരാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു തിരുപ്പതി ഞാൻ പോയിട്ടില്ല എനിക്ക്. അപ്പം അദ്ദേഹം തിരുപ്പതിയുടെ വലിയ ആളാണ്. അപ്പം പുള്ളിയോടെ ഞാൻ അതുകൊണ്ടൊന്ന് പറഞ്ഞു പോയതാ, എന്തെങ്കിലും കിട്ടുമെങ്കിൽ, അതായത് വല്ല സംവിധാനങ്ങൾ ഒരുക്കുമെങ്കിൽ. അപ്പം ചേട്ടാ തിരുപ്പതിയിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ, അതായത് എങ്ങനെയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞു തരാം, എങ്ങനെയൊക്കെ പോകണം എന്നൊക്കെ അത് നമുക്കറിയാം. അപ്പോൾ ബാക്കിയൊന്നും ചെയ്യാൻ പറ്റില്ല, മൂകാംബിക വേണം, എന്ത് വേണേലും ചെയ്തു തരാമെന്ന് പറഞ്ഞു. ചേട്ടൻ വിളിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്നാൽ ശരി ഒന്ന് വിളിച്ചേക്കാന്ന് വെച്ചാൽ വിളിച്ചു, കാര്യം പറഞ്ഞു. പക്ഷെ പുള്ളി പിന്നെ കണക്ട് ചെയ്തില്ല. ഒന്ന് കുറച്ചു നേരം നിന്ന് അവിടെ നിന്ന് തൊഴണം എന്നുള്ളൊരാഗ്രഹമേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു അഖിലൊരു പേനയും കൊണ്ടുപോകൂ, ചേട്ടനൊരു മൈക്കും കൊണ്ടുപോകൂ എന്നൊക്കെ പറഞ്ഞു. പൂച്ചൊക്കെ തരാം, അതിന് വേണ്ട ഏർപ്പാടൊക്കെ ചെയ്യാം, ആരെ വേണം ഏർപ്പാടാക്കാന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ആ സമയം ഒരുപാട് നാൾ മുമ്പ് അത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ആ കാര്യത്തിലേക്കൊന്നും പോയില്ല. പിന്നെ നേരെ ചെന്നു. ഞങ്ങൾ ആഗ്രഹിച്ചത് കുറച്ച് നേരം സോപാനത്തിന്റെ അവിടെ നിന്ന് മാറ്റാതെ കുറെ നേരം അമ്മയെ കണ്ടോണ്ട് നിൽക്കണം. അപ്പൊ മനസ്സിൽ വരുന്ന എന്താണോ അത് പറയണം, അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങളിത് ആരോടും പറഞ്ഞിട്ടില്ല. ഞങ്ങള് ക്യൂ ആയിട്ട് നിന്നു, അല്ല ക്യൂ ആയിട്ട് നടന്നു വന്നു. അപ്പൊ അവിടെ ലേഡി പോലീസുകാരി ആയിരിക്കും, പോലീസാണ് അവിടുത്തെ സെക്യൂരിറ്റി. പുള്ളിക്കാരെ പിടിച്ച് പുറകോട്ട് ഇങ്ങനെ നിൽക്ക് മാറി നിൽക്കാന്ന്. ഞാൻ പറഞ്ഞു വല്ല കുഴപ്പമുണ്ടോ? ആ രീതിയിലാണ് പുള്ളിക്കാരനെ പിടിച്ച് മാറ്റി പുള്ളിക്കാരുടെ പുറകെ നിർത്തി. അതായത് സോപാന. പിന്നെ ഞാൻ ആ സമയത്ത് അടുത്ത സൈഡിൽ കൂടെ 2 സൈഡിലാണ് ഞങ്ങള്. ഞാൻ അഖിലിനെ ഇവിടുന്ന് ചഡ്യഹോം നടത്തുന്ന അവിടെ ഇങ്ങനെ നിർത്തിയിട്ടേ അവിടെ നിന്ന് തൊഴുതോളാം. അവര് പറയാ ഇനി നിന്നും തൊഴുതോളാം. ഞാൻ ഇങ്ങനെ ചെന്ന് ശരീരം ഞങ്ങൾ വന്ന് ഞങ്ങൾ 2 പേരും ദേവിയുടെ മുന്നിലേക്ക്, ഞങ്ങൾ വേറെ ആളുണ്ട്, ആരോടും 3 പേരും നിന്ന് എനിക്കൊന്നും പറയാൻ പറ്റില്ല. എന്തൊക്കെയോ ഈ കണ്ണാടിയൊക്കെ നിറഞ്ഞ കവിഞ്ഞ് എന്നിട്ട് നാശമായി പോയി. അകത്തുനിന്ന് പ്രസാദം. എന്നിട്ട് പോവല്ലേന്ന് പറഞ്ഞു തിരുമേനി അകത്തുനിന്ന് വരുമെന്ന് പറഞ്ഞു. ഞാൻ എന്തിനായിരിക്കും, അപ്പം ഇവിടെ കൊടുക്കണ പോലെ ദക്ഷിണയൊക്കെ എടുത്ത് വെക്കണമല്ലോ. അപ്പൊ കുറച്ച് കിട്ടി ഇവിടെ ഉണ്ട്, പേഴ്സണലുണ്ട്, അതിൽ നിന്നൊക്കെ എടുത്ത് എന്തിനാണെന്ന് അറിയത്തില്ലല്ലോ. തിരുമേനി പ്രസാദം കൊണ്ടുവരുമെന്ന്. അപ്പൊ ഒരു കൊട്ടയില് ദേവിയുടെ വള, മുല്ലമാല, ഉടയാട ഇത്രയും തന്നിട്ട് ഇതുപോലെ തന്നിട്ട് നമ്മൾ ദക്ഷിണയും കൊടുത്ത്. ഇതിപ്പോ ഒരു ആനന്ദം കിട്ടാനില്ല. ഞങ്ങൾ ശരിക്കും ഇങ്ങനെ ഒരു ആഗ്രഹം ഒരാളോട് നമ്മൾ സംസാരിച്ചാൽ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ഇന്ന് പേന പൂജിക്കണം, എന്ത് വേണം ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങളത് പിന്നെ എന്തോ ആ സമയത്ത് പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം അത് വിട്ടുപോയി, ഞങ്ങൾ വിട്ടുപോയി, ദേവി അത് വിട്ടുപോയി. അവിടെ ചെന്നു, ഞങ്ങൾ നിന്നു, തൊഴുതു. അല്ല അമ്മ എന്ന് പറയുന്നതിന്റെ അപ്പുറം വേറെന്താ ഒരു അന്ന് ദേവി അവിടെ നിന്ന് തന്ന ആ സാധനങ്ങൾ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള രീതി സൂക്ഷിച്ചു. അമ്മേ എന്നൊന്ന് വിളിച്ചപ്പം ആ ഇത് മറന്നുപോയ ആളാ അമ്മ. ദാരിക നിഗ്രഹത്തിന് ഒരു നിമിഷം ഭഗവതി മടുത്ത് വിട്ടേക്കാം, അമ്മയെന്ന് വിളിച്ചതല്ലേ എന്നുള്ളത്. പക്ഷെ അതാണ് അമ്മ, അതിന്റെ അപ്പുറം വേറൊന്നുമില്ല. ശരി, ഞാൻ നിങ്ങൾ 2-ാം തീയതി ഞാൻ ഫെബ്രുവരി ആദ്യത്തെ ആഴ്ച ഞാൻ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നടക്കുന്ന ഞാൻ അവിടെ നമ്മുടെ ജയനാരായൺജി തിരുവനന്തപുരത്ത് അദ്ദേഹം എല്ലാ മാസവും അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ നാളിന് ചണ്ഡികായാഗം നടത്തും, ചണ്ഡികാ ഹോമം നടത്തും. അപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ അവിടെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വെറുതെ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു അതിനെന്താ നീ പറയുന്ന ഡേറ്റിൽ ഞാൻ ബുക്ക് ചെയ്ത് തരാം, ഈ ഒരു കാര്യം ഫെബ്രുവരിയിൽ ഞാൻ പോകുന്നുണ്ട്, അന്നത്തേക്ക് ബുക്ക് ചെയ്ത് തരാം എന്ന് പറഞ്ഞു. പോകണമെന്ന് വിചാരിക്കുന്നു, ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ലെങ്കിൽ പോകും. ഇനി നമ്മൾ പറയുന്നതിനോട് ആഗ്രഹിക്കാനേ പാടുള്ളൂ, അവിടെ നിന്ന് വിളിക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നു അന്നത്തേക്ക് എന്റെ 2ാമത്തെ പുസ്തകം പ്രിന്റ് ചെയ്ത് വരും, അതെനിക്ക് അവിടെ കൊടുക്കാൻ പോകേണ്ടി വരും എന്ന് തന്നെ വിശ്വാസം. അപ്പം കുറേ അധികം സമയം ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കും, സമയം പോയത് അറിഞ്ഞില്ല. ഇനിയും തുടർന്നു നിങ്ങളുടെ തിരക്കുകൾ മാറിയിട്ട് പുതിയ എന്തെങ്കിലുമൊക്കെ പരിപാടികളും, കാരണം ഒരാൾ ശബ്ദവും ഒരാൾ എഴുത്തുമാണ്. അപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന 2 വിഭാഗങ്ങളാണ്. ഇനിയും മുന്നോട്ടുള്ള വർഷങ്ങളിൽ പുത്തൻ പരിപാടികളുമായിട്ടൊക്കെ സഹകരിക്കാൻ സാധിക്കട്ടെ. ഇനിയും നമുക്ക് ഇരിക്കും. ഇനി അടുത്ത നമുക്ക്
വൈക്കത്തപ്പന്റെ നടയിലിരുന്ന് കുറച്ചു നേരം സംസാരിക്കുന്ന ഒരു സാഹചര്യം ഭഗവാൻ മോസ്റ്റ് ഉണ്ടാക്കി. വെൽക്കം. ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം അടുത്ത തവണ. അതാ പറഞ്ഞു മോസ്റ്റ് വെൽക്കം. അവിടെ പറയാൻ ഒരുപാട് കഥകളുണ്ട്. കാരണം എന്താണെന്നറിയോ, ഞാൻ നിങ്ങൾ വൈക്കത്തെ കഥ പറയുമ്പോൾ ഞാൻ എന്ന് നാട്ടിൽ പോകും വൈക്കം ക്ഷേത്രത്തിന് മുന്നിൽ കൂടെ പോവാം, ഇന്നവരെ കയറി തൊഴുതിട്ടില്ല. കഴിഞ്ഞ തവണ ഞാൻ തിരിച്ചു വരുമ്പോൾ ഭാര്യ ആക്ക് പിണക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. അല്ല പക്ഷെ മറ്റു വൈകി വരുന്നവർക്കും മോക്ഷണം കൊടുക്കും. അത് അല്ല കഴിഞ്ഞ തവണ ഞാൻ പ്രശ്നമില്ല. നാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്റെ പ്ലാൻ മലയാളപ്പുഴ കയറുക, വൈക്കത്ത് കയറുക, എറണാകുളം വരിക, ഇതായിരുന്നു പ്ലാൻ. പക്ഷെ മലയാളപ്പുഴ കയറി. മലയാളപ്പുഴയിൽ ഞങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സിമിലർ എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. ഈ മൂകാംബിയെ സംഭവിച്ചു പറയുന്നത് അല്ലേ, ദേവി വിളിച്ചു നമുക്കകത്ത് കയറാൻ മേശാന്തി ആദ്യമൊക്കെ അവിടുത്തെ ലൈവിന് പോയപ്പം നമ്മള് തൊഴുതോണ്ടിരിക്കുമ്പോ അകത്തുനിന്ന് ശാലി ചേട്ടാ തിരുമേനി, ശരി ഞാൻ ദേവി എന്ന് കണ്ടു. അതുപോലെ ചാർത്തിയ വാലയൊക്കെ കിട്ടി. അതേപോലെ രണ്ടാമത്തെ പ്രാവശ്യം ലൈവിന് പോയപ്പം അതേപോലെ ആരെങ്കിലും ഉണ്ടാവുമായിരിക്കുമോ അതൊരു പഴയ മേശാന്തി. നമ്മള് രസീത് എഴുതാൻ നിന്നപ്പോഴത്തേക്ക് അവിടുത്തെ മുൻ മേൽശാന്തി അതേ തൊഴിച്ചു സുഖമായിട്ട്. എനിക്ക് മലയാളപ്പുഴയില് ഭയങ്കര കണക്ക്. മലയാളപ്പുഴ പണ്ട് നമ്മൾ സ്ഥിരം പോകുന്ന ക്ഷേത്രമാണ്, ഇടയ്ക്ക് വെച്ച് മിസ്സായിക്കൊണ്ടിരുന്ന ക്ഷേത്രം. ഞാൻ മുട്ടറക്കന്റെ അതെ ഞാൻ ഇപ്പൊ അവസാനം പോയി ഞാൻ ഈ രസീത് രീതിയിലുള്ള പൂജകളൊന്നും ചെയ്യാത്ത ഒരാളാണ്. ഞാൻ എന്റെ കയ്യിൽ എന്താണോ ഉള്ളത് അത് കൊടുത്ത് എന്തെങ്കിലും വാങ്ങിയും തിരുവനന്തപുരം സമർപ്പിച്ച് തൊഴുക, ഇതാണ് എന്റെ രീതി. ഞാൻ അന്ന് പോയപ്പോ ഒരു ശിരോപാദമാല വാങ്ങി അവിടെ ചെന്നപ്പോൾ തന്നെ വാങ്ങി അവര് പ്രസാദം. രണ്ടാമത്തെ അവിടെ ചെന്നപ്പോ മേൽശാന്തി എന്നെ നോക്കി, അന്ന് കണ്ടത് ഓർമ്മയുണ്ടോ എന്ന് നമുക്ക് ചിരിച്ചു. മൂന്നാമത്തെ തവണ ആയപ്പോഴത്തേക്ക് സാറേ മുന്നോട്ട് ഇപ്പൊ അത് പരിചയമായി. ഇപ്പൊ എപ്പോ ചെന്നാലും അദ്ദേഹം പറയും പുള്ളി വന്നിട്ടുണ്ട് പ്രസാദം തരും. ഇല്ല ഈ മൂകാംബികയിൽ ഒരു തവണയെ കിട്ടിയിട്ടുള്ളെങ്കിൽ പോലും അത്രയും എനർജിയും കണക്ഷനും കിട്ടുന്ന ഒരു സ്ഥലമാണ് മലയാളപ്പുഴ. ഇപ്പൊ എന്ന് നാട്ടിൽ പോയാലും പറ്റുമെങ്കിൽ വണ്ടി മലയാളപ്പുഴ വഴി പോട്ടെ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ എത്തി. നമുക്കൊരു മനസ്സിലുള്ള ഒരു ഇത് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറ്റാനിക്കരയിൽ ചെന്ന് സമർപ്പിക്കാം. അതിനേക്കാളും മേളിലെ കേസൊക്കെ ആണെങ്കിൽ കൊടുങ്ങല്ലൂർക്ക് പോവാ, അല്ല ഇല്ലെങ്കിൽ മലയാളപ്പുഴ. ഞങ്ങള് വടക്കനാട്ടിലേക്ക് എപ്പോ യാത്ര ചെയ്താലും ഇതിനും മേളിൽ പോവുകയാണെങ്കിൽ അതിന്റെ ഹെഡ് ഓഫീസ് മുഖാംബിക. ഞാൻ വൈക്കത്തപ്പന്റെ കാര്യം പറഞ്ഞത് മലയാളപ്പുഴ പോയിട്ട് വൈക്കത്ത് വരാൻ പറ്റിയില്ല. അതൊരു പക്ഷെ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും വൈകി വരുന്നവർക്കും വരസാഗരം അരുളുന്നവനാണ് വൈക്കത്തപ്പൻ. അടുത്ത യാത്ര എന്തായാലും കൊല്ലത്തേക്ക് ഉണ്ടെങ്കിൽ അത് വൈക്കത്ത് കയറിയിട്ടേ ഉള്ളൂ എന്ന് നിശ്ചയിച്ചിരിക്കുകയാണ്. അന്ന് പ്ലാൻ ചെയ്ത് ഇവിടുന്ന് അടുത്താണ്. ഞാൻ സമയം സാഹചര്യങ്ങളാണ്. ഞാൻ 3 വർഷമായി ആലുവയിലിരിക്കുന്നു. ഞാൻ ഒരു തവണ ആലുവ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും എന്ന് പറയുന്ന പോലെയാണ്. അപ്പം മനസ്സിലാണല്ലോ ഭഗവാൻ. അതെ അതെ അതെ, നമ്മളെ അറിയണം. നമ്മളെ ഏറ്റവും കൂടുതൽ കൊട്ടാരക്കര പോയത് വരുമ്പോ അതിനടുത്ത് കയറി തൊഴുതിട്ട് പോലും നമ്മളിത് കാഷ്വലായി സംസാരിക്കുന്നെങ്കിലും പ്രേക്ഷകർ കേൾക്കും. പ്രേക്ഷകർ കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ വൈക്കത്ത് കൂടി പോകുമ്പോ വൈക്കത്തപ്പനെ കണ്ടില്ല, വൈക്കത്തപ്പൻ നോ പ്രോബ്ലം. ഏറ്റുമാനൂരപ്പന്റെ മുന്നിൽ കൂടി പോകുമ്പോ ഒന്ന് വണങ്ങണം കേട്ടോ. ഒരു അഷുറൻസ്, ഒരു ഉറപ്പാ, ഞാൻ കൂടെ ഉണ്ടെന്നുള്ള ഭദ്രതയാണ്. അല്ല അവിടെ എത്തുമ്പോ ആരാ അറിയാതെ തൊഴുതു അവിടെ എത്തുമ്പോ അറിയാതെ കൈ നെഞ്ചത്ത് കൈ വെക്കാതിരിക്കും പറ്റാത്ത സ്ഥലമാണ്. ഞാൻ ഒരുപാട് പേര് തൊഴുതിട്ടുള്ളൂ. പക്ഷെ പോകുമ്പോ നമ്മുടെ ഒരു എക്സ്പീരിയൻസാ. ഇത് മൂന്ന് ദേവതകളും ഒരേ സമയത്ത് പ്രതിഷ്ഠ ഇച്ചിരി ഒരു റോഡിൽ നിന്നൊരു 100-200 മീറ്റർ ഉള്ളിലാണെന്നുള്ളൂ. അതേപോലെ തന്നെ പ്രാധാന്യമുള്ള സ്ഥലമാണ് തളിയിൽ മഹാദേവ ക്ഷേത്രം. വൈക്കം ഏറ്റുമാനൂർ റൂട്ടില് വൈക്കത്തമ്പലം കഴിഞ്ഞ സെക്കൻഡ് തൊഴുന്ന ക്ഷേത്രം തളിയിൽ മഹാദേവ ക്ഷേത്രമാണ്. അത് റോഡ് സൈഡിൽ നിന്ന് നമുക്കൊരു 100 മീറ്റർ ഉള്ളിലാണ്. അതുകൊണ്ട് അത് അത്രയും ഏറ്റുമാനൂർ പോലെ തന്നെയാണ്, പക്ഷെ എന്നാലും അത്രയും വിസിബിലിറ്റി ഇല്ല. അതുകൊണ്ട് ആൾക്കാർ അവിടെ കയറാതെ പോകുന്നത്. ശരിക്കും അവിടെ കയറണം, അവിടെ കയറി തൊഴുതിട്ട് വേണം ഏറ്റുമാനൂരേക്ക് ചെല്ലാൻ. അതാണ് എൻ്റെ വൈക്കത്തപ്പൻ 3 ഭാവങ്ങളാണ്. രാവിലെ ദക്ഷിണാമൂർത്തി നമ്മുടെ അത് തന്നെയല്ല. ഈ തളിയിൽ അമ്പലത്തിൽ വൈക്കത്തപ്പൻ്റെ ഏറ്റുമാനൂരപ്പൻ്റെയും കോവിലുകൾ സെപ്പറേറ്റ് ഉണ്ട്. വലത്തെ സൈഡ് വൈക്കത്തപ്പനും ഇടത്തെ സൈഡ് ഏറ്റുമാനൂരപ്പനും ഉണ്ട് ഈ ഇതിനകത്ത് തന്നെ. അപ്പൊ അവിടെ ചെയ്താൽ ഈ 3 തൊഴുന്നതിന്റെ ഒരു ഫലമുണ്ട്. നമ്മൾ കണ്ടിട്ടില്ല ക്ഷേത്രമാണ്. നമ്മൾ പറഞ്ഞിട്ടും കണ്ടിട്ടില്ലാത്തതും കാണാത്ത ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഞങ്ങള് വേറെ വലിയൊരു ആഗ്രഹമാണ് കേട്ടോ. ദേവീ ക്ഷേത്രങ്ങളിലേക്ക് മാത്രമല്ല, വടക്കോട്ടും തെക്കോട്ടുമായിട്ടുള്ള ദേവീ ക്ഷേത്രങ്ങളിലേക്ക്, അതായത് ആറ്റുകാല് കരിക്കുക അങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ ഇങ്ങ് വന്ന് മുകാംബി വരെ പോകണമെന്നൊക്കെ ഒരു ഞാനിപ്പോ അതുകൊണ്ട് ഞാനൊരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു 9-10 പേരുണ്ടെങ്കിൽ അവര് നമ്മുടെ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യും. ഒരാഴ്ച കൊണ്ട് പോലും എത്തിത്തില്ല. അല്ല അങ്ങനെയല്ല, ഈ ലിമിറ്റഡ് ക്ഷേത്രങ്ങൾ, അതായത് ഒരു ദിവസമോ 2 ദിവസമോ. നമ്മുടെ ഫ്രണ്ട് ഉണ്ട് പാലക്കാടുള്ള, ഫാമിലിയായിട്ട് പറഞ്ഞാലോ തിരുവൈരാണിക്കുളം ഒക്കെ പോകുന്ന. അല്ല ഇപ്പൊ ഞാനിപ്പോ ഇവിടുന്ന് പോവാണ്, ഇപ്പൊ എറണാകുളത്തുള്ള ഒരു യാത്ര ആരംഭിക്കുകയാണ്. ഇവിടുന്ന് പോകുന്നവർക്ക് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടം അമ്മമാർക്ക് പറഞ്ഞാൽ നമ്മള് ഇപ്പൊ ഞങ്ങള് മിഡ് ആയതുകൊണ്ട് തന്നെ മധ്യകേരളത്തിന്റെ ഞങ്ങൾക്ക് ചോറ്റാനിക്കരന്ന് സ്റ്റാർട്ട് ചെയ്താൽ ചോറ്റാനിക്കര തൊഴുത്
കൊടുങ്ങല്ലൂർക്ക്. കൊടുങ്ങല്ലൂരിൽ നിന്ന് തൊഴുതിട്ട് വേണേൽ നേരെ തിരുമാന്താംകുന്നി പോകാം. തിരുമാന്താംകുന്നിൽ നിന്ന് അങ്ങനെ കണക്ട് ചെയ്ത് മൂകാംബിക പോകാം. നാലമ്പല ദർശനമാണ് ഇത് തുടങ്ങിയത്. ഈ ഒരു എക്സസൈസ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് തെക്കോട്ടും ചെയ്യാൻ പറ്റും. തെക്കോട്ട് ചെയ്യാൻ പറ്റും. നേരെ തെക്കാട്ടുശ്ശേരി കുന്നക്കീഴിൽ ഭഗവതി ക്ഷേത്രത്തിൽ തൊഴുത് അങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ ആലപ്പുഴയിൽ ഒരുപാട് ദൈവക്ഷേത്രം, ചെട്ടികുളങ്ങളിലേക്ക് ഒരുപാട് ദൈവക്ഷേത്രം അങ്ങനെ തൊഴുത് അറ്റുകാൽ വരെ അല്ലെ കരിക്കാൻ വരെ ചെല്ലാൻ. നമ്മൾ ആന വിഷയം പറഞ്ഞ ക്ഷേത്രങ്ങളിലേക്ക് അല്ല, അത് സ്വാഭാവികമായിട്ട് ഒരു എപ്പിസോഡിനുള്ള സംഭവമായി. അതുകൊണ്ട് അബാക്ക് ഇത്തരത്തിലുള്ള പാക്കേജുകൾ ആരംഭിക്കുന്നുണ്ട്. ഒരു 10 സീറ്റിന്റെ ഒരു വാഹനം ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് അർബാനിയാണ്. അർബാനി വാങ്ങാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് 10 സീറ്റ് ചോദിച്ചു. നമ്മള് മറ്റേ ടാറ്റയുടെ വിങ്ങർ തുടങ്ങാനാണ്. ജൂനിയർ അർബാനിയ. അതെ, AC ഉള്ള വണ്ടിയാണ്, കംഫർട്ടബിൾ യാത്രയാണ്. ഉടനെ വരുമെന്ന് വിചാരിക്കുന്നു. വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നല്ല ആളുകളുടെ സഹകരണത്തിനനുസരിച്ച് വലിയ 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 വണ്ടികളായി തീരട്ടെ. സാമ്പത്തിക ലക്ഷ്യമല്ല, ഈ യാത്രകളിലൊക്കെ പോകുമ്പോൾ കൂടെ പോകാൻ പറ്റണം, ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോകാൻ പറ്റണം. ആർക്കെങ്കിലും ഒക്കെ നമ്മുടെ ഒരു പ്രതിനിധി ആ വണ്ടിയിൽ ഉണ്ടാവും, ഇവർക്ക് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ഒരു പാക്കേജ്, വെറുതെ ഒരു യാത്രയല്ല. നല്ല കാര്യമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ പറ്റുമെങ്കിൽ ഇത് അറിവുള്ള ഒരാളെ ആ ക്ഷേത്രങ്ങളിലൊക്കെ അവര് ഗൈഡ് എന്നുള്ളതിൽ കൂടുതൽ ഒരു മെന്റർ ആയിട്ട് കൊടുക്കുക. അവർക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. ഗൈഡ് ചിലപ്പോൾ ഒരു ടൂറിസ്റ്റ് ആ ഒരു ഫീൽഡിലായിരിക്കും, പക്ഷെ ഒരു ഭക്തിവിശ്വാസമുള്ള ഒരാള്. അല്ല, അത് തന്നെയാണ് നമ്മുടെ വീഡിയോകളിൽ വന്നിട്ടുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലുമൊക്കെ അതിഥികളെയൊക്കെ ഈ പാക്കേജിൽ അവർക്കൊപ്പം യാത്ര ചെയ്യും, അവരുമായിട്ട് കഥകൾ പറയും. അങ്ങനെയുള്ള ഒരു യാത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇൻഫോർമേറ്റീവ് ആയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് സംശയങ്ങളൊക്കെ ചോദിച്ച് അവർക്ക് ഡിബേറ്റ് ചെയ്യാം, തർക്കിക്കാം, അതിനുള്ള സംവിധാനം ഉണ്ടാവും. അത്തരത്തിലുള്ള ക്ഷേത്രത്തിലല്ല, ഈ യാത്രകളിൽ ക്ഷേത്ര വിഷയം പല കേട്ടും പറഞ്ഞുള്ള ഐതിഹ്യങ്ങളിൽ ക്ലാരിഫിക്കേഷൻസ് ഒരുപാട്. ഇപ്പൊ എടപ്പള്ളി മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്ന്, കൊട്ടാരം ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചാൽ അവിടുത്തെ ഗണപതിയുടെ കഥകളൊക്കെ പറഞ്ഞ് കുറവിലേക്ക് എത്താം. അവിടെ ഭഗവാനെ കയറി തൊഴുതിട്ട് അവിടുത്തെ കഥ പറയുമ്പോഴത്തേക്ക് ആലപ്പുഴയിൽ കണക്ട് ചെയ്ത് ശരിക്കും മണികണ്ഠേശ്വര അമ്പലവും പടിഞ്ഞാറ്റിങ്കര മഹാദേവ അത് രണ്ടും സംസാരിച്ച് വരുമ്പോ തന്നെ കൊട്ടാരക്കര ഗണപതി അല്ല പറഞ്ഞത്, കൊട്ടാരക്കര ഗണപതി അവിടെ തൊഴുതിട്ട് ആ കഥയൊക്കെ ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത അടുത്ത അമ്പലം എത്രയോ പേർക്ക് ഇപ്പോഴും അറിയാത്ത കഥയാണ്. എല്ലാവരും വന്ന് കൊട്ടാരക്കരയിൽ മാത്രം തൊഴുത് ഗണപതി പടിഞ്ഞാറ്റക്കരയിലേക്ക് അച്ഛൻ അവിടെ ഉണ്ട്, അവിടെ പോയി തൊഴുന്നില്ല. ഞാൻ അവിടെ വന്ന് അവിടെ പോകും. ഇപ്പൊ കുറെ മാറി. സ്വർണ്ണക്കൊടിമരം വന്നു, അവിടെ ഒരുപാട് മാറ്റങ്ങൾ. ശരിക്കും പെരുന്തച്ഛൻ അവിടെ പ്രതിഷ്ഠിക്കായിരുന്ന വിഗ്രഹം അല്ലേ? പെരുന്തച്ഛൻ പടിഞ്ഞാറ്റിൻകര പണിതു. പടിഞ്ഞാറ്റിൻകര പണിതിട്ട് മണികണ്ഠൻ ആൽത്തറയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നപ്പോ പ്ലാതടിയിൽ സമയം പോകാൻ വേണ്ടിട്ട് ഒരു വിഗ്രഹം കൊത്തി. ഇത് പടിഞ്ഞാറ്റിൻകരയിൽ സ്ഥാപിക്കാൻ പറഞ്ഞപ്പോൾ തമ്പുരാൻ പറഞ്ഞു വേണ്ട, പറ്റില്ല, അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പുറത്തുള്ളത് ഇതിൽ അടുത്തടുത്താണെങ്കിൽ 2 കരയായിരുന്നു. ആ തമ്പുരാന്റെ പരിധിയിൽ അല്ലായിരുന്നു ഇത്. അപ്പൊ ഇവിടെ ഇത് പ്രതിഷ്ഠിച്ചു. അതോടുകൂടി ഇവിടെ അവിടെ പ്രശസ്തമായി മാറി എന്നുള്ളതാണ്. മറ്റിടത്ത് ഒരുപാട് ഇപ്പോഴും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്ന് പറയുമ്പോൾ എല്ലാവരും മഹാദേവന്റെ അവിടുത്തെ പ്രയോറിറ്റി ഔട്ട്സൈഡുള്ള ആൾക്കാർക്ക് അറിയില്ല. അല്ല, PSCയിൽ ചോദിച്ചിട്ടുണ്ട് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ പ്രധാന എല്ലാവരും ഗണപതി എന്ന് എഴുതും, പരമശിവനാണെന്ന് ആർക്കും അറിയില്ല. അല്ല, ഇത് PSCയിൽ ചോദ്യമായി വന്നുള്ളതാണ്. എനിക്കൊന്ന് ഇപ്പോ ജീർണാവസ്ഥയിലായിരുന്നു പടിഞ്ഞാറ്റിങ്കര. അത് ഞാൻ വരുന്ന സ്ഥലത്തൊക്കെ ജീർണാവസ്ഥ. നമ്മുടെ പ്രൊഡ്യൂസർ അജിത് വിനായക അവിടുത്തെ ഉപദേശസമിതി പ്രസിഡന്റ് ആയതോടുകൂടി ക്ഷേത്രത്തിന്റെ തലവര മാറി. അങ്ങനെയല്ല, അദ്ദേഹത്തിന്റെ ഭക്തിയോട് ചെയ്തതാണ്. സ്വർണ്ണക്കൊടിമരം വന്നു, മുഴുവൻ പൊളിച്ചു പണിഞ്ഞു. ഞാനത് പോയി ലൈവ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് തന്നെ ഒരു വലിയ ഭാഗ്യം എന്നുള്ളതാണ്. എന്തായാലും കുറെ നേരം സംസാരിക്കാൻ സാധിച്ചതിൽ താങ്ക് യു. ഇനിയുള്ള സമയങ്ങളിൽ ഇനിയും കാണാൻ കഴിയട്ടെ. ഒരുപാട് സന്തോഷം. ബാക്ക് മീഡിയ നമ്മള് സമയം കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ കാണുമ്പോഴെല്ലാം പ്രേതവും ഭൂതവും ഒക്കെയാണ്. ഒരുപാട് വ്യത്യാസമൊക്കെ ഇതിലുണ്ട്. ഇപ്പം വ്യാസൻജി ആണെങ്കിലും വേറെ നമ്മുടെ അലക്സാണ്ടർ സാറിൻ്റെ എല്ലാം കാണുന്നുണ്ട്. ഉഷാറായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ പറ്റിയത്. നമ്മൾ ഒരുപാട് നാളായി വരണം എന്ന് വെച്ചിരിക്കുന്നു. ഇനിയും പുതിയ പുതിയ മേഖലകളിലേക്ക് നമുക്ക് ഒന്നിച്ചു പോകാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സന്തോഷം. ശരി.